നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത സീസണിന് മുന്നോടിയായിട്ട് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇൻ്റർ മയാമി. ഫെബ്രുവരിയിലാണല്ലോ മയാമിയുടെ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ തവണ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ടീം ശക്തിപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ചില സൈനിങ്ങുകൾ നടന്നു കഴിഞ്ഞു, ചില സൈനിങ്ങുകളുടെ തൊട്ടരികിലാണ് എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ഇൻ്റർ മയാമി ഇപ്പോൾ ഫ്രീ ഏജൻ്റായിട്ടുള്ള വിംഗർ ഫഫ പിക്കോൾട്ടിനെ സൈൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. 33-കാരനായിട്ടുള്ള താരം 9 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ സീസണിൽ 1675 മിനിറ്റ് വാൻകൂവറിന് വേണ്ടി കളിച്ചിട്ട് നേടിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും വളരെ സീസണലായിട്ടുള്ളൊരു അഡീഷനാണ് എന്ന് പറയേണ്ടി വരും. അനുഭവ സമ്പത്തുള്ളൊരു കളിക്കാരൻ അവർ ടീമിലേക്ക് കൊണ്ടുവരുന്നു. കൂടാതെ ഇൻ്റർ മയാമി അർജൻറ്റീനയിൽ നിന്ന് ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്ന റിപ്പോർട്ട് മാറ്റിയോ മൊറാറ്റ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: ഇൻ്റർ മയാമി ഈസ് നിയറിംഗ് എ ലോൺ ഡീൽ ഫോർ 25-year-old അർജൻറ്റീൻ സ്ട്രൈക്കർ ടഡിയോ അലൻഡെ. അദ്ദേഹം 2025 ക്ലബിലേക്ക് വളരെ പ്രധാനപ്പെട്ടൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് എത്തിയേക്കും എന്നാണ് റിപ്പോർട്ട്. താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സെൽറ്റ ഡി വിഗോയിലാണ്. അപ്പം സ്പാനിഷ് ക്ലബ്ബ് അധികം വൈകാതെ വിടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഒരു ഫോമൽ നെഗോസിയേഷനിലേക്ക് കടന്നിരിക്കുന്നു. അലക്സിസ് ക്യുവല്ലോയുടെ കാര്യത്തിൽ ഇൻ്റർ മയാമി ഫോമൽ നെഗോസിയേഷനിലേക്ക് കടന്നിരിക്കുന്നു. സാൻ ലൊറൻസോക്ക് 1 year ലോൺ ഓഫറാണ് വെച്ചിരിക്കുന്നത്. ഒപ്പം പർച്ചേസ് ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നു. ചുരുക്കത്തിൽ ഇൻ്റർ മയാമി സ്ക്വാഡ് ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.